എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാടൻ പപ്പായ പായസം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പപ്പായ പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാനൊരു പപ്പായ ഇവിടെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഈ പപ്പായ വേവിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനൊരു 400 ഗ്രാം ശർക്കരയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ആ മധുരം നോക്കിയിട്ട് നമുക്ക് ഫുള്ള് വേണം എന്താണെന്ന് നോക്കാം. ഒരു വിസിലടിച്ചിട്ട് ഞാൻ പപ്പായ മാറ്റി വെച്ചതാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി ഉടഞ്ഞിരിക്കണം, എങ്കിലാണ് ടേസ്റ്റ് കൂടുക. അങ്ങനെ നമ്മുടെ 400 ഗ്രാം ശർക്കര ഉരുക്കി കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനൊരു 2 തേങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് 1-ാം പാലും 2-ാം പാലും വേറെ വേറെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, തേങ്ങാപ്പാൽ കറക്റ്റായിട്ടുണ്ട്, പിന്നെ ശർക്കര ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടെ പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് സ്വല്പം നെയ്യ് ആഡ് ചെയ്യാം. ആ നെയ്യിൽ നമുക്ക് ഈ ഉടച്ചു വെച്ച പപ്പായ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതങ്ങനെ നെയ്യ് ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ചെയ്യണമെന്നില്ല. നേരിട്ട് തന്നെ ഇതിലേക്ക് പപ്പായ ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്. പക്ഷെ ഇത് ഒത്തിരി ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്കിനി നെയ്യ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് പപ്പായ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ പപ്പായ നെയ്യിലൊക്കെ ഇട്ടിട്ട് വഴറ്റി കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 400 ഗ്രാം ശർക്കരയാണ് ഉരുക്കി വെച്ചിരുന്നത്. അത് ഞാൻ മുഴുവനും ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് 5-10 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കത്തിച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. അതായത് വറ്റി കുറുതായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2-ാം പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ തന്നെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കണം. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ അതൊന്ന് കുറുതാവും. അപ്പോൾ അത് ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് 1-ാം പാൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ 2-ാം പാലൊക്കെ ഒഴിച്ച് ഒത്തിരി നേരം കത്തിച്ച് ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊരു തള വരുന്നതോട് കൂടിയിട്ട് നമുക്കിത് ഓഫ് ചെയ്തിടാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നീട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വറുത്തിടാം. ഞാനിപ്പോൾ അത് വറുത്തിടുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പപ്പായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഒത്തിരി ടേസ്റ്റാണ്. ഞാൻ പല പായസങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളും വളരെ വ്യത്യാസമാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഞാൻ വെറുതെ പറയണതല്ല, നിങ്ങൾക്ക് ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ അതറിയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.